ഇവരുടെ അമ്മ എന്നുള്ളത് അതൊരിക്കലും ഞാൻ മായ്ച്ചളയൊന്നുമില്ല. ഓലിക്ക് അറിയാൻ പറ്റാത്ത മക്കളുമല്ല. നമ്മളെ കൂടെ തന്നെയാണുള്ളത്. അതെ, നമ്മളെ കാര്യത്തിൽ തന്നെ ലിനി സിസ്റ്ററെ ഓർമ്മപ്പെടുത്തലിന്റെ ആവശ്യം ഞങ്ങൾക്കില്ല അല്ലേ? ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു പ്രത്യേകത ഉണ്ട്. നമ്മളെ ലിനി സിസ്റ്റർ ഏഴാമത്തെ എല്ലാവർക്കും അറിയാൻ പറ്റുന്ന കാര്യമായിരിക്കും. ഇന്ന് മെയ് 21 മെയ് 21 ലിനി മരണപ്പെട്ടത്. പാടും രാഗം താനം പല്ലവി സാധകം മറന്നതിൽ തേടും മുഖം നീലാംബരി വീണയിൽ. അത് കഴിഞ്ഞിട്ടുള്ള ഇപ്പോൾ 7ാമത്തെ വർഷമാണ്. അപ്പോ അതിന്റെ ഭാഗമായിട്ട് മക്കളൊക്കെ ഇട്ടിട്ട് നമ്മള് ഒരു ബലിയിടുന്ന അപ്പോ അതിനു വേണ്ടി പോവുകയാണ്. ഇപ്പോ രാവിലെ ഞങ്ങളൊക്കെ എഴുന്നേറ്റ് കുളിച്ചിരിക്കുകയാണ്. ഇപ്പം മക്കളെ ഇപ്പം വിളിച്ചിട്ട് എഴുന്നേൽപ്പിക്കണം. രാവിലെ ഇവിടെ അടുത്തുള്ള ക്ഷേത്രത്തിലാണ് പോയിട്ട് ബലിയിടുന്നത്. ഏകദേശം ഒരു 7 മണിയാവുമ്പോൾ ഞാനും കുഞ്ഞും സിദ്ധു എല്ലാം ഇറങ്ങി കേട്ടോ. കാരണം ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ലേറ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചു. കാരണം ബലിയിടുന്ന കാര്യങ്ങളൊക്കെ ആകുന്ന സമയത്ത് ചില സമയത്ത് അവിടെ തിരക്കും ഉണ്ടാകലുണ്ട് കേട്ടോ. എനിക്ക് എന്തോ ഭയങ്കര ഉള്ളിലൊരു വിങ്ങലാണ്, സങ്കടമാണ്. കാരണം അച്ഛനും അമ്മ ഇല്ലാതെ വിഷമം ശരിക്കും അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നാലും മക്കളെ ഓർമ്മിപ്പിക്കേണ്ട ഒരു കടമ എനിക്കുണ്ടല്ലോ. അവരെ കൊണ്ട് ചെയ്യിക്കേണ്ടതും അതുള്ളതിനെ കൊണ്ട് തന്നെ ഞാൻ പോയിട്ടോ. അങ്ങനെ നമ്മള് കൊയിലാണ്ടിക്ക് അടുത്ത് ഉരുപുണ്യകാവ് എന്നുള്ള അവിടെയാണ്. ഒരു കടലിന്റെ സൈഡിലാണ്. അറിയാത്ത കൊല്ലത്താണ്. കൊല്ലം ഉരുപുണ്യകാവ് എന്ന് പറയും. അപ്പൊ കുറെ ആൾക്കാർ അറിയായിരിക്കും. അല്ലാത്ത കൊയിലാണ്ടിക്ക് അടുത്താണിത് സ്ഥലം. ഇവിടെയാണ് സാധാരണ ബലിയിടാനൊക്കെ സിദ്ധമായിട്ടുള്ള പാവനൊക്കെ നല്ല ആൾക്കാരായിരിക്കും. ഇന്നും കുറച്ച് തിരക്കൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് അവിടത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ലിനി സിസ്റ്റർക്ക് വേണ്ടി എനിക്കിനി ചെയ്യാൻ പറ്റുന്നത് മക്കളെ നന്നായിട്ട് നോക്കുക, ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതെൻ്റെ മക്കൾ ഭംഗിയായിട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണേ. പിന്നിലാവും മാഞ്ഞുപോയി നീ വന്നു വീണ്ടും ഈ വഴി വിട ചൊല്ലുവാനായി മാത്രമോ നാമൊന്നു ചേരും ഈ വിധം. അമ്മപ്പകിളി ചൊല്ലുമീ ചൊല്ലൂ, ചെല്ല കുഞ്ഞുങ്ങൾ എങ്ങോ പോയിനി അവരൊന്നു ചേരില്ലേ. രാപ്പാടി കേഴുന്നുവോ. അപ്പൊ എൻ്റെ ഒരു ഇതിൽ ഞാൻ വന്നതിന് ശേഷം 3ാമത്തെ ആണ്ടാണ് കേട്ടോ. അപ്പൊ ആദ്യത്തെ നമ്മൾ യൂട്യൂബ് ഒന്നുമില്ല, നമ്മൾ നോർമലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞതിനും അതേപോലെ തന്നെ ഇപ്രാവശ്യം പോയിട്ട് ബലി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ലിനി സിസ്റ്റർക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതേ ഉള്ളൂ. ഒന്ന് മക്കളെ നന്നായിട്ട് എനിക്ക് പറ്റുന്ന പോലെ ഞാൻ നോക്കുന്നുണ്ട്. അതേപോലെ തന്നെ രണ്ടാമത് ആ ഒരു ആത്മാവിന് നിത്യശാന്തി കിട്ടുക എന്നുള്ള രീതിയിൽ മക്കളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബലികർമ്മം. ഞാൻ ഇതിന്റെ മുന്നേത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവരുടെ അമ്മ എന്നുള്ളത് അതൊരിക്കലും ഞാൻ മായ്ച്ചളയൊന്നുമില്ല. ഓലിക്ക് അറിയാൻ പറ്റാത്ത മക്കളുമല്ല. അതുകൊണ്ട് തന്നെ ഒരു മുന്നിൽ തന്നെയാണ് പറയുന്നത്, ഓരോ മക്കളെ ഓരോ അമ്മേനെ പറ്റി ഓർമ്മിക്കാനുള്ള ദിവസങ്ങളിലോ കാര്യങ്ങളിലോ ഒക്കെ നമ്മൾ അത് തന്നെ ഓർമ്മിക്കലുണ്ട്. ഞാൻ ഒരിക്കൽ പോലും ആ സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ട് അത് ഓർമ്മിപ്പിക്കുകയോ അല്ലെങ്കിൽ ലിനി സിസ്റ്റർ തള്ളി പറയുകയോ ഒന്നും ഞാൻ ചെയ്യലില്ല. അത് ഇനി എന്നും അങ്ങനെ തന്നെയായിരിക്കും. അത് ഞാൻ എത്ര തേച്ചുമാച്ച് കളഞ്ഞാലും അതങ്ങനെ തന്നെ ആയിരിക്കും. എനിക്കങ്ങനെ അറിയപ്പെടാനും ഇഷ്ടം. ഒരു ലിനി സിസ്റ്റർ മക്കളാണെന്ന് തന്നെ പറയുന്നത് എനിക്കിഷ്ടം. പക്ഷെ ഓല് വിളിക്കുന്നത് തന്നെ അമ്മ എന്നാവുമ്പോൾ ആ അമ്മ എന്നുള്ള വികാരം ഇതൊക്കെ എനിക്ക് ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ എനിക്ക് ആ സ്നേഹവും കാര്യവും അത് എനിക്ക് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ഒരുപാട് തവണ പറഞ്ഞതിന് കൊണ്ട് ഒന്നും പറയുന്നില്ല. എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്നാലാവുന്നത്, ഒരു സ്ത്രീൻ്റെ ഒരു പെണ്ണിൻ്റെ ഒരു മനുഷ്യൻ്റെ പരിമിതികളൊക്കെ എനിക്കുണ്ടാവും.
ദേഷ്യവും കുശുമ്പും വാശിയും അസൂയും ഒക്കെ ഉണ്ടാവും. പിന്നെ വേറൊരു കാര്യം ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ സജീഷേട്ടൻ്റെ ഭാര്യയാണ്. അപ്പോൾ ആ ഭാര്യ എന്നുള്ള നിലയിലുള്ള കാര്യങ്ങളും എനിക്കുണ്ടാവും. എന്നാലും ലില്ലി സിസ്റ്റർ വെറും ഒരു സജീഷേട്ടൻ്റെ ഭാര്യ മാത്രമല്ല, കേരളത്തിലെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഒരുപാട് ത്യാഗം ചെയ്ത ഒരാളായതിനെ കൊണ്ട് തന്നെ ആ ഒരു ബഹുമാനവും സ്നേഹവും ഒക്കെ എൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ ഉള്ളിൽ കൊണ്ടു നടക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മക്കളെ അമ്മയാണ് എന്നുള്ളൊരു സ്നേഹവും കൂടിയുണ്ട്. അതുകൊണ്ട് എനിക്ക് പറ്റാനാവുന്നത് ഞാൻ ഓരോ മുന്നിൽ തന്നെയാണ് പറയുന്നത്. കാരണം ഒരു കുഞ്ഞു മക്കൾ എന്നുള്ള രീതിയിൽ നിന്നൊക്കെ ഒരു വിട്ട് കഴിഞ്ഞ് ഇപ്പം കുഞ്ഞു ആയാലും സിദ്ധു ആയാലും ഒക്കെ മെച്ചൂരിറ്റി ഇവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പം പിന്നെ നമ്മൾ ഓരോ മുന്നിൽ നിന്നൊന്നും പറയുന്നതിൽ അതൊരു യാഥാർത്ഥ്യമായ കാര്യങ്ങളാണല്ലോ അല്ലേ. എല്ലാ കാര്യങ്ങളും നമുക്ക് എപ്പോഴും അവിടെ നമ്മളെ കൂടെ തന്നെയാണ് ഉള്ളത്. എല്ലാവരും മാറ്റി നിർത്തപ്പെടാൻ പറ്റിയ ഒരാളല്ല, പെടാൻ പറ്റാത്ത ഒരാൾ തന്നെയാണ്, നമ്മുടെ കൂടെ തന്നെ ഉള്ള ഒരാൾ തന്നെയാണ്. അപ്പോൾ ഓർമ്മകളായിട്ടും എന്തായാലും ജീവിതത്തിൽ പിന്നെ നമ്മൾ മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അതിനനുസരിച്ച് ജീവിച്ചേ പറ്റൂ. അതിൻ്റെ ഒരു മാറ്റങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ കാണും. ചിലപ്പോൾ അത് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവരും ഉണ്ടാവും, ഇഷ്ടപ്പെടാത്തവരും ഉണ്ടാവും. എല്ലാവരോടും വളരെ ഹാപ്പിയാണ് എല്ലാ കാര്യങ്ങളും. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഒരിക്കലും ഞങ്ങളെ പാസ്റ്റ് ലൈഫ് എടുത്തിട്ട് ഇതിലോ കിട്ടി കഴിഞ്ഞാൽ പിന്നെ മക്കളെ ലൈഫ് ആകെ ഉളായിപ്പോകും. കാരണം അങ്ങനെ എനിക്കൊരു പാസ്റ്റ് ഉണ്ട്, ഓൽക്കൊരു പാസ്റ്റ് ഉണ്ട്, അതെല്ലാം ഇട്ട് കൂട്ടിക്കഴിക്കാൻ നിന്നാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഒരു സന്തോഷം ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു സന്തോഷത്തിൽ ഈ ഒരു ജീവിതത്തിൽ ഞാൻ ഹാപ്പിയാണ്. ഇന്നത്തെ ഈ ദിവസം എന്ന് പറയുന്നത് ഒരു ഓർമ്മപ്പെടുത്തലാണ് ശരിക്കും അല്ലേ. അത് ഇവരെ നമ്മൾ ഓർമ്മപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. പക്ഷെ എന്നാലും ഒരു ഓർമ്മപ്പെടുത്തലാണ്. പക്ഷെ നമുക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ലിനി സിസ്റ്റർ എനിക്ക് അറിഞ്ഞൂടാ മറ്റുള്ള കാര്യം. നമ്മളെ കാര്യത്തിൽ തന്നെ ലിനി സിസ്റ്റർ ഓർമ്മപ്പെടുത്തലിന്റെ ആവശ്യം ഞങ്ങൾക്കില്ല അല്ലേ. നമ്മള് മൊത്തം ലൈഫിൽ ഏത് സമയത്തും എന്ത് സംഭവം ഉണ്ടെങ്കിലും അതെ അറിഞ്ഞിട്ടേ എല്ലാ കാര്യങ്ങളിലുള്ളൂ. പിന്നെ നമ്മൾ ഏത് സമയത്തും നമ്മളൊരു യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. എന്തെടുത്ത് ഞാൻ ഒരിക്കൽ പോലും ആ ഒരു പേര് മറന്ന ദിവസങ്ങളൊന്നും എൻ്റെ ഓർമ്മയിലില്ല. അതൊരിക്കലും ഇങ്ങനെ പൊങ്ങച്ചാക്കി ഉണ്ടാക്കി പറയുന്നതല്ല, ഉള്ള കാര്യം തന്നെയാണ്. എന്തായാലും ഈ ഒരു ദിവസത്തിൽ അവളുടെ ആത്മാവിനെ എല്ലാവരും പ്രാർത്ഥിക്കുക, ശാന്തി ലഭിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. കുഞ്ഞിളം വാവേ കഥ കേട്ട് മെല്ലെ മിഴി പൂട്ട്